അതുകൊണ്ട് ബാലൈഹി സാർദ്ധം, കുട്ടികളോടൊപ്പം എങ്ങനെ അവരിൽ ഒരാളായിട്ട് നിങ്ങൾ തീരണം. ജ്ഞാനി അങ്ങനെയാണ്. ജീവൻ മുക്തൻ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കൂടെ കൈയൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി അവരിൽ ഒരാളായിട്ട്. ഇനി ക്വചിത് താരുണ്യാലങ്കൃത നരവധൂഭി സഹരമൻ. താരുണ്യാലങ്കൃത, തരുണികളായിട്ടിരിക്കുന്ന യുവത്വം നിറഞ്ഞു തുളുമ്പുന്ന, ഇതാണ് ഇവിടെ പറയുന്നത്. യുവത്വത്തിൻ്റെ പ്രസരിപ്പോടും യുവത്വത്തിൻ്റേതായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളൊക്കെ കൂടിയിട്ടുള്ളവരോടായിരിക്കാം നിങ്ങൾ ചില സമയത്ത് അവരോടൊപ്പം നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള സഹവസിക്കേണ്ടി വന്നേക്കാം ചിലപ്പോൾ, യുവതീ-യുവാക്കളോടൊപ്പം. അപ്പം എന്തു വേണം? അവരിലൊരാളായി തീരണം. അപ്പോഴും നിങ്ങൾ ഈ വലിയ പുരാണങ്ങളൊന്നും എടുക്കരുത്. നമുക്കങ്ങനെയാണ്. നിങ്ങളെയൊക്കെ ഒന്ന് ഉപദേശിച്ച് തരാം, വരും. ചെറുപ്പക്കാരൊന്നും ഇങ്ങനെയായാൽ ശരിയാവില്ല എന്ന് പറയും. അതുകൊണ്ട് അവരോട് ഉപദേശിക്കാനൊന്നും പോവരുത്. അവരോട് നിങ്ങൾ ചോദിക്കുക, നിങ്ങൾ ഈ അവസാനം ഏതാ സിനിമ കണ്ടത്? അതിൻ്റെ ഒരു കഥ പറയൂ, കേൾക്കട്ടെ. നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവർക്ക് നിങ്ങളോട് വലിയ ഇഷ്ടമാവും. അല്ല, എന്തായി നമ്മുടെ ആ സിനിമാ നടന്മാരെ, ക്രിക്കറ്റ് കേരളം ജയിച്ചോ, എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെ ചോദിച്ചു നോക്കൂ. അത് ശരിയാണ്. അതല്ല, നമ്മൾ അവരെ കാണുമ്പോൾ തന്നെ അങ്ങോട്ട് പറയുന്നത്, നിങ്ങളൊക്കെ എന്തിനു കൊള്ളും, ഇങ്ങനെയാണോ പാൻ്റ് ഇടുക? നീ എന്താ ഒരു കാതിൽ എവിടെ പോയി? കാതിലിടുകയാണെങ്കിൽ 2 എണ്ണം ഇടണടാ, എന്നെ നോക്കൂ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളം. അപ്പോൾ അവരെ അറിഞ്ഞുകൊണ്ട്, ഇതൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിന് പരമപ്രധാനമായിട്ടുള്ളതാണ്. ഇന്ന് ചെറുപ്പക്കാരെയൊക്കെ എല്ലാവർക്കും പുച്ഛമാണ്, അല്ലെങ്കിൽ അധിക്ഷേപിക്കുന്നു. ഇവരൊരു കാലത്തൊന്നും നേരെയാവില്ല എന്ന് പറയും. ഇന്നത്തെ ചെറുപ്പക്കാരുടെയൊക്കെ കാര്യം ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അത്ഭുതപ്പെടും. അങ്ങനെയല്ല, അവരിൽ യുവതീ-യുവാക്കളോടൊപ്പം അവരോട് ഒരുമിച്ച് പറയുന്നു. ക്വചിത് ചിന്താകുലിത ഹൃദയൈഹി വൃദ്ധൈഹി ച വിലപൻ അപി. ക്വചിത്, ചിലപ്പോൾ ചിന്താവിഷ്ടന്മാരായിട്ടുള്ള ഒരുപാട് ചിന്തകളാണ്. ആ ചിന്തകളൊക്കെ ഉള്ള ആര്? വൃദ്ധൈഹി വിലപൻ ച അപി, ഏതു നേരം വിലപിച്ചുകൊണ്ടിരിക്കുന്ന. കാരണം അവർക്ക് പറയാനുള്ളത് കുറേ പ്രശ്നങ്ങളാണ്. എന്തൊക്കെയാണ് പറയാനുള്ളത്? സ്വന്തം മക്കളുടെ കുറ്റങ്ങളുണ്ട് പറയാൻ. അവൻ എൻ്റെ മോനാണോ എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. എൻ്റെ വയറ്റിൽ തന്നെയാണോ അവൻ പിറന്നത്? അന്തകൻ, ഒരുത്തൻ നന്നാവില്ല എന്ന് പറയാം. എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ മകളുടെ കാര്യം, അവരുടെ ഭർത്താവിൻ്റെ കാര്യം, അവരുടെ കുട്ടികളുടെ കാര്യം, ചിലപ്പോൾ അതൊക്കെ ആയിരിക്കാം. ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരത്തിൽ വിലാപത്തിൻ്റെ കഥകളാണ് അവർക്കുള്ളത്. അല്ലെങ്കിൽ മരണത്തെക്കുറിച്ച് ഓർത്തിട്ടുള്ള പേടി, അല്ലെങ്കിൽ പത്രത്തിൽ കാണുന്ന ഓരോ വാർത്തകളൊക്കെ വായിച്ചിട്ട് എപ്പോഴാണ് എൻ്റെ തലയ്ക്ക് അടിച്ച് ബാക്കിയുള്ളതൊക്കെ എടുത്തു കൊണ്ടുപോയി ഓരോരുത്തർ പോവുക, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള ഓരോ കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ തന്നെ നമ്മളെന്താ ചെയ്യുക? അല്ല, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല, ഏത് നേരം ഇത് തന്നെയാണല്ലോ വർത്തമാനം. അല്ല, അവർ പറയുന്നത് കേൾക്കുകയും അവരോടൊപ്പം, അതാണ് ഇവിടെ പറയുന്നത്. ഇപ്പം നമുക്ക് കുട്ടികളുടെ കൂടെ ഒരു തരത്തിലുള്ള അലോസരവും ഇല്ലാതെ സന്തോഷപൂർവം കുട്ടികളുടെ കൂടെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഇതറിയാനുള്ള വഴി എന്താണെന്നറിയോ? ഏറ്റവും നല്ല വഴി, നമുക്കിരിക്കാൻ കുഴപ്പമുണ്ടാവില്ല, നമ്മളിരിക്കുന്നത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ചിലപ്പോൾ നമ്മുടെ ഇരിപ്പോടുകൂടി കുട്ടികൾ അവിടുത്തെ മുഴുവൻ എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും. അതല്ല, നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നു,
ഈ കുഞ്ഞുണ്ണി മാഷ് എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു നമുക്ക് കേരളത്തിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുട്ടികളെ ഇത്രയേറെ സ്നേഹിച്ച ഒരു കവി, മലയാളത്തിലെ കവി. അപ്പോൾ മാഷുടെ അനുഭവം പറയുമ്പോൾ മാഷ് പറയുന്ന, ഒരു ദിവസം ഞാൻ ആലുവയിൽ നിന്ന് എറണാകുളത്തേക്ക് ബസ് കയറി. മാഷ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഒരു ചെറിയ പൊക്കം കുറഞ്ഞ് വൃദ്ധനായിട്ടുള്ള ഒരാൾ, തലമുടിയൊന്നുമില്ല, ഒരു മൊട്ടയാണ്. അങ്ങനെ ഷർട്ടും പാൻറ്റും ഒക്കെ ഇട്ട് അങ്ങനെ ഇതല്ല, ഒരു വളരെ അല്പമാത്രമായിട്ടാണ് വസ്ത്രം ധരിക്കുക. അങ്ങനെയാണ് പ്രകൃതം. അങ്ങനെ മാഷ് ബസ്സിൽ കയറി. ബസ്സിൽ പോകുമ്പോൾ മാഷ് പറയാം, മുന്നിൽ ഒരു അമ്മയുടെ ഉക്കത്ത് ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടി ബസ്സിൻ്റെ ഇടയിൽ നിന്ന് പല ആളുകളുടെ ഇടയിൽ കൂടെ മാഷ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പരിചയമില്ല മാഷ, എന്നാലും മാഷ ഇങ്ങനെ നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുക. കാരണം കുട്ടികൾക്ക് തിരിച്ചറിയാം അവരുടെ ആളുകളെ. നിങ്ങൾ കുട്ടികളെ കാണിച്ച് നോക്കൂ, അവരിങ്ങനെ നോക്കാൻ തുടങ്ങും. അവർ തമ്മിൽ എന്തൊക്കെയോ കമ്മ്യൂണിക്കേഷൻ നടക്കും. ഇത് കുട്ടിയുടെ അച്ഛൻ വന്ന് കുട്ടിയെ നോക്കുമ്പോൾ തന്നെ കുട്ടിക്ക് പേടിയാണ്. അപ്പം കുട്ടികളോടൊപ്പം നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന്. രണ്ട്, യുവതീയുവാക്കളോടൊപ്പം ഇരിക്കാൻ പറ്റുന്നുണ്ടോ? അതേപോലെ വൃദ്ധന്മാരുടെ കൂടെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? അയ്യോ, പോവാ മൂപ്പര് വരുന്നുണ്ടേ, വേഗം രക്ഷപ്പെടാം. കാരണം കത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും ഇപ്പം ഇതാക്കാന്ന് പറഞ്ഞ മോട്ടർ വെച്ച സാധനമാണ്. മരമൊക്കെ മുറിക്കും. മോട്ടർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പുതിയതാണ്. അങ്ങോട്ട് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ കൊമ്പൊക്കെ ഇങ്ങനെ കിടറക്ക് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് താഴെ വീഴും. ഒരു ബെൽറ്റാണ്. പണ്ടൊക്കെ നമ്മൾ ആളുകളെ പറയും കൊടുവാളാണ്, കത്തിയാണ് എന്നൊക്കെ. ഇപ്പം ഇതുപോലുള്ള ആൾക്കാരുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ സഹിക്കേണ്ടി വരും. സഹിക്കല്ല, നമ്മൾ കംഫർട്ടബിളായിട്ട് നമ്മൾ ഇരിക്കണം അവരുടെ കൂടെ. അതാണ് ഭഗവത്പാദർ പറയുന്നു, ചിന്താകുലിത ഹൃദയൈഹി വൃദ്ധൈഹി ച വിലപൻ അപി. ചിന്തകളെ കൊണ്ട്, മനസ്സ് വ്യാകുലമാക്കപ്പെട്ട ചിന്തകളെ കൊണ്ട് അങ്ങേയറ്റം വിഷമിക്കുന്ന, വിലപിച്ചുകൊണ്ടിരിക്കുന്ന വൃദ്ധന്മാരോടൊപ്പം ഇരിക്കുന്നു. മുനിഹി വ്യാമോഹം ന ഭജതി. യാതൊരു വ്യാമോഹവും നമുക്ക് ഇല്ല. മുനിർന വ്യാമോഹം. പലപ്പോഴും പലർക്കും പല യാത്രാവേളകളിലും ഒരു കുട്ടി കരയുന്നുണ്ട് എങ്കിൽ അവരുടെ യാത്ര ശരിയായില്ല എന്ന് പറയുന്നവരുണ്ട്. പറയാൻ മടിയില്ലാതെ പറയുന്നവരുണ്ട്. അയ്യോ, ഒരു കുട്ടിയും തള്ളയും കയറിയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷെ എന്താ പറയുക, എന്നാൽ അവർക്ക് വല്ല ശ്രദ്ധയുണ്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ഒന്ന്. ഇതിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് പ്രായമായിട്ടുള്ളവരെ കുറിച്ച് എന്തോ ഒരു പെൻഷൻ അസോസിയേഷൻ അങ്ങനെ എന്തിനോ ഒരു പരിപാടിക്ക് വരെ പോവാന്ന്, ഒരു രക്ഷയില്ല അവരുടെ കൂടെ. അല്ലെങ്കിൽ ചെറുപ്പക്കാർ, അല്ലെങ്കിൽ കുട്ടികൾ, എല്ലായിടത്തും നമ്മൾ ചേരുന്ന ഒരാളായി തീരാൻ നമുക്കതിന് സാധിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. മുനിഹി വ്യാമോഹം ന ഭജതി. തുടർന്ന് കദാചിത് വിദ്വദ്ഭിർവിവിദിഷുഭിരത്യന്തനിരതൈഃ കദാചിത് വിദ്വദ്ഭിർവിവിദിഷുഭിരത്യന്തനിരതൈഃ കദാചിത് കാവ്യാലംകൃതിരസരസാലൈഃ കവിവരൈഃ കദാചിത് കാവ്യാലംകൃതിരസരസാലൈഃ കവിവരൈഃ കദാചിത് സത്തർക്കൈരനുമിതിപരൈസ്താർക്കികവരൈഃ കദാചിത് സത്തർക്കൈരനുമിതിപരൈസ്താർക്കികവരൈഃ മുനിർനവ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാഃ മുനിർനവ്യാമോഹം ഭജതി ഗുരുദീക്ഷാക്ഷതതമാഃ
कदाचित् विद्वद्भिर्विविधिषुभिरत्यन्तनिरतैः कदाचित् काव्यालङ्कृतिरसरसालैकविवरैः कदाचित् सत्तर्कैरनुमितिपरैस्तार्किकवरैः मुनिर्नव्यामोहं भजति गुरुदीक्षाक्षततमाः കദാചിത് വിദ്വദ്ഭിർ വിവിധിഷുഭി അത്യന്തനിരതൈഹി കദാചിത് കാവ്യാലങ്കൃതിരസരസാലൈഹി കവിവരൈഹി കദാചിത് സത്തർക്കൈഹി അനുമിതിപരൈഹി താർക്കികവരൈഹി മുനിർനവ്യാമോഹം ഭജതി ഗുരുദീക്ഷാ ക്ഷതതമാഃ. കദാചിത് ചിലപ്പോൾ വിദ്വദ്ഭിഹി വിദ്വാൻമാരോടൊപ്പം അറിവുള്ളവർ, പണ്ഡിതന്മാർ, ജ്ഞാനികൾ, അത്യന്തനിരതൈഹി വിവിധിഷുഭിഹി എപ്പോഴും സത്യാന്വേഷണ നിരതന്മാരായിട്ടുള്ള ജ്ഞാനികളോടൊപ്പം, സാധാ ജ്ഞാനിയും അതേപോലെ തന്നെ സത്യാന്വേഷണ നിരതരായിട്ടുള്ള ആളുകളോടൊപ്പം. ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയെന്ന് വന്നേക്കാം. എപ്പോഴാണത്? കുംഭമേളയിലൊക്കെ പോയി കഴിഞ്ഞാൽ. നിങ്ങൾ ഹരിദ്വാറിലോ അല്ലെങ്കിൽ ബനാറസിലോ ഉജ്ജയിനിലോ എവിടെയെങ്കിലുമൊക്കെ, അവിടെയൊക്കെ ഇപ്പോഴും മഹാജ്ഞാനികളായിട്ടുള്ള ആളുകളുണ്ട്. ശാസ്ത്രവിചാരമൊക്കെ നടക്കും, ഇതിൽ പറയുന്നുണ്ട്. ചിലപ്പോൾ ആ കൂട്ടത്തിലായിരിക്കും നമ്മൾ. അവിടെ എന്തു വേണം പറയുന്നു? വിവിധിഷുഭിഹി കദാചിത് കാവ്യാലങ്കൃതിരസരസാലൈഹി കവിവരൈഹി കാവ്യാലങ്കാരത്തെ കൊണ്ട്, കാവ്യങ്ങളും അതിലെ അലങ്കാരവും മറ്റും അത്തരത്തിലുള്ള ഒരു കവികളുടെ കൂട്ടത്തിൽ, ഇപ്പം കവി സമ്മേളനത്തിൽ അല്ലെങ്കിൽ ഒരു കവി അരങ്ങിൽ നമുക്ക് പോകേണ്ടി വന്നു. ഇതങ്ങനെയുള്ള തലങ്ങളാണ്. ഇതൊക്കെ പറയുന്നത് ഒരു മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിൽ, വലിയ ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന ആളുകളുടെ ഇടയിലേക്ക് നമ്മൾ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നാണ്. കദാചിത് കാവ്യാലങ്കൃതിരസരസാലൈഹി കവിവരൈഹി കദാചിത് അനുമിതിപരൈഹി താർക്കികവരൈഹി. അനുമിതിപരൈഹി ഊഹാപോഹ വിചക്ഷണന്മാരായിട്ടുള്ള തർക്കം, ചില സിദ്ധാന്തത്തെ സ്ഥാപിക്കുന്നതിനായിക്കൊണ്ട് അവരൊരു കാര്യം പറയുന്നു, അതിനെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി മറ്റു ചിലർ മറ്റു പലതും പറയുന്നു, അതിനനുസരിച്ച് ഇങ്ങനെ ചോദ്യോത്തരങ്ങളും ഒക്കെ നൽകുന്ന അത്തരത്തിലുള്ള ചർച്ചകളിൽ നമ്മൾ ആത്മാവിൻ്റെ ലക്ഷണത്തെക്കുറിച്ച്, മരണാനന്തര ഗതിയെക്കുറിച്ച്, മഹാഭാരത യുദ്ധത്തെക്കുറിച്ച് ഒക്കെ നമ്മളിങ്ങനെ ചർച്ച നടത്തും. അപ്പോഴൊക്കെ എന്താണ് വേണ്ടത്? താർക്കികവരൈഹി, അത്തരത്തിലുള്ള സത്തർക്കൈഹി, നല്ല നല്ല ആരോഗ്യപരമായിട്ടുള്ള വിമർശനങ്ങൾ, തർക്കങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. അവിടെയൊന്നും തന്നെ മുനി വ്യാമോഹം ന ഭജതി എന്നാണ്. വ്യാമോഹത്തെ ഭജിക്കുന്നില്ല. എന്താ പറഞ്ഞു വരുന്നത്? ചില സമയത്ത് ഇപ്പം ഇവിടെ ഇതുപോലുള്ളൊരു പരിപാടി നടക്കണം. കവികൾ, വലിയ വലിയ കവികളൊക്കെ വന്ന് മഹാകവിയെക്കുറിച്ചുള്ള ഒരു അനുസ്മരണമാണ്. ചിലപ്പോൾ കവിക്കൊന്നും മുഴുവൻ പേരൊന്നും ഉണ്ടാവില്ല, പി എന്നേ പറയൂ. ജനിച്ച് വയസ്സത്രേ ഒരു കവിതയും വായിക്കാത്ത ഒരാളോട് പി എന്നോ കെ എന്നോ ഒക്കെ പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി മാത്രമല്ല, നമ്മുടെ ഒരു കാര്യം എടുക്കാം. ഇപ്പം ഈ ഒരു സ്ഥലം, ഇവിടെ ഇങ്ങനെ വലിയൊരു പരിപാടി നടക്കുന്നു. ചങ്ങമ്പുഴയെക്കുറിച്ചുള്ളൊരു അനുസ്മരണം. ഒരുപാട് കവികളൊക്കെ വന്നു, ഇതിൽ തൽപരരായിട്ടുള്ള ആളുകൾ അവരൊക്കെ വന്നു. ഒരുപാട് ആൾക്കാരുണ്ട്.
അപ്പം നമ്മുടെ വീടാണെങ്കിൽ ഇവിടെ അടുത്താണ്. നിങ്ങളുടെ ഇതിൽ ആരുടെയെങ്കിലും ഒരു വീട് സങ്കല്പിച്ചോ, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം ഇതിലൊരാൾക്ക് പരിപാടി തുടങ്ങുന്നതിൽ നേരത്തെ വന്നു, ഒന്ന് ബാത്റൂമിൽ പോകാനും ഒന്ന് വിശ്രമിക്കാനും ഒന്ന് കുറച്ച് നേരം വിശ്രമിക്കാനും വേണ്ടി ഒരു വീട് നോക്കിയപ്പോൾ അവിടെ അടുത്ത് തന്നെ ഉള്ള നമ്മുടെ വേലായുധൻ ചേട്ടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി ഇരുത്താമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ വീടാണെന്ന് കരുതുക. അവിടേക്ക് ഈ കവി വന്നു. നമുക്കാണെങ്കിൽ കവിതയെക്കുറിച്ച് ഒരു ഏർപ്പാടും അറിയില്ല. കവിതയായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറഞ്ഞാൽ അമ്മാവൻ്റെ മകളുണ്ട്, അതിൻ്റെ പേര് കവിത എന്നാണ്. അതല്ലാതെ ഒരു കവിതയും നമ്മളെ സംബന്ധിച്ച് ഇല്ല. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ എന്തു പറയണം? ഇനി അവിടെ നമ്മളെ കൊണ്ടുവരികയാണ്. ഇവിടുന്ന് അമ്പലത്തിൻ്റെ പ്രസിഡൻറ്റ് പറയാം, ഇതറിയില്ലേ നമ്മുടെ കവി എന്നാണ്. ആഹാ, ഓ ഇരിക്കൂ, അല്ലെങ്ങനെ ഓ ആവട്ടെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞ് ബാത്റൂമിലൊക്കെ കാണിച്ചു കൊടുത്ത് വന്നു കഴിഞ്ഞ് പരിചയപ്പെടുത്തി ഇങ്ങനെ ഇന്നാളാണ്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം ചോദിക്കുക, നിങ്ങൾക്ക് എന്താ ജോലി എന്നാ പറഞ്ഞത്? ഇങ്ങനെ ഉണ്ടാവും. ഇപ്പം നമ്മുടെ ONV കുറുപ്പ് സാറിനോട് സാറിന് എന്താ ജോലി എന്നാ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? വിഷ്ണുനാരായണ നമ്പൂരി സാറിനോട് അവർ പറയും ഞാനൊരു റിട്ടയർഡ് അധ്യാപകനാണെന്ന് പറയും, അവരുടെ അത് വെച്ചിട്ട് ഇല്ലേ? അല്ല, അങ്ങനെ നമുക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായാൽ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? ചുരുക്കി പറഞ്ഞാൽ അവിടെയൊക്കെ അങ്ങനെയുള്ള ആളുകളുടെ അതിൻ്റെ ഇടയിൽ നമുക്ക് ചില സമയത്ത് നമ്മൾ അങ്ങനെ പെട്ടു എന്ന് വന്നേക്കാം. ഈ പറഞ്ഞിടത്തൊക്കെ ഈ പറഞ്ഞ ഈ സങ്കേതങ്ങളിലൊക്കെ ഇത്തരം സ്ഥലങ്ങളിൽ അവിടെ നമ്മൾ എന്തു വേണം? തനിക്ക് ഇപ്പം സാറിന് എന്താ ജോലി എന്നുള്ളത് ഒരു സത്യസന്ധമായ ചോദ്യമാണ്, അതിൽ തെറ്റില്ല. സ്വാമി പറയുന്നതിൽ അതിൽ തെറ്റൊന്നുമില്ല. നമ്മുടെ ആ ഒരു വിഷയത്തിൽ നമ്മുടെ അജ്ഞാനം, അറിവില്ലായ്മ തന്നെയാണ്. അതിന് തെറ്റുണ്ടോയെന്ന് വെച്ചാൽ നമുക്കറിയില്ലല്ലോ. നമ്മളൊരു ക്ഷമാപണം പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് സാറേ കവിതയൊന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നു, കഷ്ടപ്പാട് മാത്രമായിരുന്നു. ഈ കഷ്ടപ്പാടിൻ്റെ ഇടയിൽ എനിക്കിത് വായിക്കാനോ പഠിക്കാനോ കേട്ടിട്ടുണ്ട് ഞാൻ എന്നൊക്കെ നമുക്ക് സത്യസന്ധമായി പറയാം. പക്ഷേ ഇതിൽ പലരും ശ്രമിക്കുക എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അതിലും വലിയ കവിയാവാനും ഞാൻ ഒരുപാട് കവിത വായിച്ചിട്ടുണ്ട് എന്നും ഒക്കെ നമ്മളൊരു പ്രകടിപ്പിക്കാൻ ഒരു ശ്രമം നടത്തും. അപ്പം അതൊരു ഭയങ്കര അബദ്ധമായി പോകും. നമുക്ക് ഒരു വ്യാമോഹവും ഇല്ലാതെ നമുക്ക് കൈമോശം വരാതെ സൂക്ഷിക്കാൻ സാധിക്കുക. ഇതാണ് പറഞ്ഞതിൻ്റെ താത്പര്യം.